എല്ലാ രീതിയിലുള്ള ഹാർട്ട് ടെസ്റ്റും ചെയ്തു, ഹാർട്ടിന്റെ പമ്പിങ് ശക്തി ഒക്കെ നോർമലാണ്. പക്ഷെ അതേസമയം ഹാർട്ട് ഫെയിലിയറുമാണ്. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ? പലപ്പോഴും ഡോക്ടർമാർ പോലും കണ്ടുപിടിക്കാത്ത ഒരു പ്രത്യേക തരം ഹാർട്ട് ഫെയിൽ അങ്ങനെ ഒന്നുണ്ട്. എപ്പോഴും ക്ഷീണമായിട്ട് തോന്നുക, നടക്കുമ്പോൾ കിതപ്പ് തോന്നുക. പക്ഷേ ECG എടുത്തിട്ടുണ്ടാവും, എക്കോ ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നോർമൽ. എന്താണ് ഈ അസുഖം? പലപ്പോഴും ഇതൊരു ഹാർട്ടിന്റെ അസുഖമാണെന്ന് പോലും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവാം. സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹാർട്ട് ഫെയിലിയർ ആവുക, ഹാർട്ടിന്റെ പമ്പിങ് കുറയുക, പമ്പിങ്ങിന്റെ ശതമാനം എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നോക്കും, എന്നിട്ട് പമ്പിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. പക്ഷേ ഒരു പ്രത്യേക തരം ഹാർട്ട് ഫെയിലിയർ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഹാർട്ടിന്റെ പമ്പിങ് ശക്തി വളരെ നോർമലായിരിക്കും, എന്നാലോ ഹാർട്ട് ഫെയിലിയർ. ഇതിന്റെ കാരണം എന്താ? ഇവിടെ എന്താണ് സംഭവം? ഇതറിയണമെങ്കിൽ ഹാർട്ടിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നമ്മൾ നോക്കണം. ഹൃദയം ഓരോ സെക്കൻഡിലും ഇടിക്കുന്ന സമയത്ത് ഹൃദയം ഒന്ന് പ്രസ് ചെയ്യും, അത് കഴിഞ്ഞ് ഹൃദയം ഒന്ന് റിലാക്സ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ സിസ്റ്റോളി എന്ന് പറയും. അതിനുശേഷം ഹൃദയം ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനെ നമ്മൾ ഡയസ്റ്റോളി എന്ന്. ഭൂരിപക്ഷം ഹാർട്ട് ഫെയിലിയറുകൾ എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ അസുഖങ്ങൾ സിസ്റ്റോളി എന്ന് പറയുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാവുക. ഹൃദയം കംപ്രസ് ചെയ്യുന്ന സമയത്തുള്ള പവർ കുറഞ്ഞിട്ട് ഹൃദയത്തിന് വേണ്ട രീതിയിൽ ഇടിക്കാൻ പറ്റും. ഇതാണ് എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പമ്പിങ് കുറഞ്ഞു എന്ന്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ ആദ്യം പറഞ്ഞു ഹൃദയം ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. സപ്പോസ് ഹൃദയം റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിന് അത് പറ്റുന്നില്ലെങ്കിൽ, ഹൃദയത്തിനൊരു വിശ്രമം കിട്ടുന്നില്ലെങ്കിൽ, ഇത് എപ്പോഴാണ് സംഭവം? ഹൃദയം സ്റ്റിഫ് ആവുമ്പോൾ. ഹൃദയം എപ്പോഴാണ് സ്റ്റിഫാ? ഹൃദയത്തിന്റെ മാംസപേശികളിൽ കട്ടി കൂടും, അതല്ലെങ്കിൽ പ്രായം കൂടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചില വാൽവിന്റെ അസുഖങ്ങളുള്ള സമയത്ത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹൃദയത്തിന്റെ കട്ടി കൂടിയിട്ട് ഹൃദയത്തിന് വേണ്ട രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ ഹാർട്ട് ഫെയിലിയർ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഒരുപാട് ആളുകൾക്ക് എക്കോ ടെസ്റ്റ് എടുക്കും ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. കൂടുതലും ഇത് സംഭവിക്കുന്നത് സ്ത്രീകൾക്കാണ്, അതുപോലെ തന്നെ പ്രായം കൂടിയവർക്കാണ്. മറ്റൊരു പ്രധാന കാരണം BP ആണ്. BP കുറേ കാലമായിട്ടുള്ള ആളുകൾക്ക് ഹൃദയം ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം കിതപ്പാണ്, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ക്ഷീണം. പലപ്പോഴും നമ്മൾ കിതപ്പിനായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നോർമലായി. അതിന്റെ ഒരു കാരണം ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ നമ്മൾ മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലർക്കും വിട്ടുമാറാത്ത ക്ഷീണം, ആയാസം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാനും, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥ വരുന്നത് തടയാൻ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് BP കൺട്രോളിൽ വെക്കുക, അതുപോലെ എക്സർസൈസ് ചെയ്യുക, അതുപോലെ ടെൻഷൻ കുറയ്ക്കുക. ഇനി നമ്മളിൽ ആർക്കെങ്കിലും കിതപ്പോ ക്ഷീണോ ഉണ്ടെങ്കിൽ എക്കോ ടെസ്റ്റ് ചെയ്ത് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ എന്ന് നോക്കുന്നതും നന്നായി. BP ഉള്ളവർക്കും കിതപ്പുള്ളവർക്കും ക്ഷീണമുള്ളവർക്കും ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ